ഇത് വീണ്ടും ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിലായിരിക്കണം. വളരെ ഈസിയായി കേക്കിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇതിന് ഒരു കേക്കിൻ്റെ ടേസ്റ്റും ടെക്സ്ചറുമാണ്. പിന്നെ പാനിലാണല്ലോ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് ബനാന പാൻ കേക്ക് എന്ന് പറഞ്ഞത്. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് 3 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പഴുത്ത് പോകണ്ട, ഒന്ന് നന്നായിട്ട് പഴുത്താൽ മതി. 1 കപ്പ് മൈദാമാവ്. ഇത് 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. പൊടിച്ചതല്ല 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. 1 മുട്ട. ഇത് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര മുഴുവനോടെ ഉള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് 6 ടേബിൾ സ്പൂൺ ബട്ടർ. 1/2 കപ്പ് പാല്. 2 നുള്ള ഉപ്പ്. ആദ്യമേ പാനിലേക്ക് ഒരു മുട്ട ഉള്ളത് പൊട്ടിച്ചൊഴിച്ച് വെക്കണം. അതിലേക്ക് പഞ്ചസാര ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞു വരാനായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മൈദ ചേർക്കാം. കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കൂടെ തന്നെ ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഇനി ഇത് പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. പാലെടുക്കുമ്പം തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഏത് വേണേലും എടുക്കാം. പക്ഷേ ഇത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. കട്ടയില്ലാതെ കലക്കിയെടുക്കണം. മുഴുവൻ പാലും ചേർത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 നുള്ള ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും. എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടറിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഏത്തക്കായ ഒന്ന് മുറിച്ചെടുക്കണം. ഇത് ഒരു 3-4 അതിൽ കൂടുതൽ കനം കുറയ്ക്കണ്ട. ഞാനിപ്പോൾ ഇത് 3 മുറിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇത് ഇങ്ങനെ മുറിക്കുന്ന എന്തിനാന്ന് വെച്ചെന്നാൽ മുറിച്ചെടുക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് തൊലി കളയാതെ മുറിക്കുന്നത്. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബാക്കി ഇരിക്കുന്നതിൻ്റെ പകുതി ബട്ടർ ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുത്. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് പഞ്ചസാര, മുഴുവനോടെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കണം.
ഏകദേശം 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇത് ഈ സമയമൊക്കെ ചെറുതീയിൽ തന്നെ ആയിരിക്കണം. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഉള്ളിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനും ഒഴിച്ചു കൊടുക്കണം. ഇത് ലെവലല്ലെങ്കിൽ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇതുപോലെ ഇതിപ്പോൾ ഒഴിച്ചപ്പം തന്നെ ലെവലായിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് മൂടി വെക്കണം. ഈ 4 മിനിറ്റ് നേരിട്ട് ഈ പാത്രം തീയിൽ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതൊന്ന് കാരമലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 4 മിനിറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ട് അതിൽ വേണം ഇത് കയറ്റി വെച്ച് കൊടുക്കാനായിട്ട്. ഇത് വെക്കുമ്പം ഹൈ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് ഇട്ട് കൊടുക്കണം. കാരണം തവ ഒട്ടും ചൂടുള്ളതല്ല, അതുകൊണ്ട്. ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റായി. ഇനി ലോ ഫ്ലെയിമിൽ ഇടണം ഒരു 15 മിനിറ്റ്. അതിൻ്റെ ഇടയ്ക്ക് വെന്തോന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം. 15 മിനിറ്റായി. ഇത് വെന്തോന്ന് നോക്കാം. കണ്ടോ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഇത് കണ്ടോ, അടിവശമൊക്കെ നല്ല ടെക്സ്ചറിലായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കളയണം കേട്ടോ, ടിഷ്യൂ വെച്ച് തൂത്ത് കളയണം. ഇനി ആ പാനിലേക്ക് തന്നെ ബാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഇടുക. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വെച്ച് കൊടുക്കാം. ഇത് വീണ്ടും ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 6-7 മിനിറ്റ് നേരിട്ട് തന്നെ തീയിൽ വെച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് വീണ്ടും ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. നമ്മുടെ ഈ സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഒരു കേക്കിൻ്റെ ടേസ്റ്റും ടെക്സ്ചറുമാണ്. പിന്നെ പാനിലാണല്ലോ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് ബനാന പാൻ കേക്ക് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. വളരെ ഈസിയായി കേക്കിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഏത്തക്കയൊക്കെ ഒത്തിരി ഉള്ളപ്പോഴത്തേക്കും ഏത്തപ്പഴം വെറുതെ കളയാതെ ഇതുപോലൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.